കർണാടകയിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി KH മുനിയപ്പ ചുമതല ഏറ്റെടുത്തില്ല. KH മുനിയപ്പയ്ക്ക് ഏറ്റവും മികച്ച വകുപ്പ് തന്നെ നൽകണമെന്ന് പട്ടികജാതി സംഘടനകൾ ആവശ്യപ്പെടുകയാണ്. ആദർശ് TS ആണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ആദർശ്, കർണാടകയിൽ ഭരണം കിട്ടിയ നാൾ മുതൽ അവിടെ പ്രശ്നങ്ങളാണ്. ഏറ്റവും ഒടുവിൽ സിദ്ധരാമയ്യ ഒഴിഞ്ഞ് DK കയറിയിട്ടും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലേ? ഗൗതം, DK ശിവകുമാർ മുഖ്യമന്ത്രിയാകുന്നതോടുകൂടി കർണാടക കോൺഗ്രസിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതിയത്. എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഓരോ ദിനം കഴിയുന്തോറും കൂടി വരുന്ന ഒരു കാഴ്ചയാണുള്ളത്. ഈ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ DK ശിവകുമാർ വകുപ്പ് വിഭജനം തുടങ്ങിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിക്കത്ത് നൽകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ മന്ത്രി മുനിയപ്പയ്ക്ക് മികച്ച വകുപ്പല്ല നൽകിയത് എന്നുള്ള ഒരു ആരോപണവുമായി പട്ടികജാതി സംഘടനകൾ രംഗത്തിറങ്ങുകയും അവർ പരസ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുകയാണ്. മുനിയപ്പയാകട്ടെ വകുപ്പ് ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കർണാടക പ്രതിസന്ധി ഒഴിയാത്ത ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അത് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ ഒരു തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ഒരു ആവശ്യവുമായി DK ശിവകുമാർ രംഗത്തിറങ്ങിയപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങൾ അത് DK ശിവകുമാർ മുഖ്യമന്ത്രി ആയതിനു ശേഷവും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സിദ്ധരാമയ്യ DK ശിവകുമാർ പക്ഷങ്ങൾ ആരാണ് കരുത്തർ എന്ന് കാട്ടുന്നതിനായിട്ടുള്ള മത്സരം നടത്തുമ്പോൾ അത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഒരു തലവേദനയും വലിയ പ്രതിസന്ധിയും തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കർണാടകയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. DK ശിവകുമാർ മുഖ്യമന്ത്രിയായി പുതിയ സർക്കാർ അവിടെ അധികാരമേറ്റിട്ടും മന്ത്രിമാർ സ്ഥാനമേക്കാൻ തയ്യാറാകുന്നില്ല. വകുപ്പ് വിഭജനത്തിൽ ഉൾപ്പെടെ പ്രശ്നങ്ങളുണ്ട്, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കകത്ത് ശക്തമാകുന്നത്. ആദർശ് TS ആണ് വിശദാംശങ്ങളുമായി ചേർന്നത്.